ശ്രീമാത്രേ നമഃ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. ദേവീനാമങ്ങളിലേക്ക്. മരാളി മന്ദഗമന മഹാലാവണ്യ ശ്രീവധി. വളരെ പതുക്കെയാണ് ദേവി നടക്കുന്നത്. ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം എല്ലാം ചെയ്യപ്പെട്ടതായിട്ട് കൃതകൃത്യയായിട്ടിരിക്കുന്നവളാണ് ദേവി. ഇതുകൊണ്ടായിരിക്കാം ദേവി നമ്മളൊക്കെ വിളിച്ചാൽ പതിയേ വരുള്ളൂ. മരാളി മന്ദഗമന. നമ്മുടെയൊക്കെ വിചാരം എന്താ? നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. നമുക്കായിരിക്കണം ആദ്യം അറ്റൻഷൻ കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ വിളിച്ചാൽ ഉടൻ എത്തണം ദേവി. അപ്പോൾ ദേവി എന്താ പറയുക? ലളിതാ സഹസ്രനാമ പാരായണത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ മരാളി മന്ദഗമന. ദേവിക്കറിയാം നമ്മുടെ ആവശ്യവും ആവശ്യമില്ലായ്മയും. മന്ദമായി നടക്കുന്നവൾ, വളരെ പതിയെ നടക്കുന്നവൾ. മന്ദമായ ചലനമാണ് മഹാത്രിപുര സുന്ദരി. റിലാക്സ്ഡ് വേയിലാണ് ദേവി പെരുമാറുന്നത്. അതുകൊണ്ട് ദേവിയെ ഭജിക്കുന്ന ദേവീഭക്തരായ നമ്മളും നമ്മുടെ മനസ്സും റിലാക്സ്ഡ് ആയിത്തീരും. മനസ്സ് ശാന്തമാകണമെങ്കിൽ ദേവിയുടെ വളരെ റിലാക്സ്ഡ് ആയ ഈ നടത്തത്തിൻ്റെ അർത്ഥതലങ്ങളെ ഒന്ന് ധ്യാനിച്ചാൽ മതി. പെണ്ണരയന്നം പോലെ മെല്ലെ മെല്ലെ നടക്കുന്നവൾ, മഹാലാവണ്യശേവധി, മഹത്തായ സൗന്ദര്യനിധിയായിട്ടിരിക്കുന്നവൾ. എന്തൊക്കെ ഈ ഭൂമിയിൽ സുന്ദരമായിട്ടിരിക്കുന്നുവോ ആ സൗന്ദര്യമുള്ള വസ്തുക്കളുടെ 10,000-കണക്കിനിരട്ടി സൗന്ദര്യമുള്ളവൾ. ഒരിക്കലും ഈ ദേവിയുടെ സൗന്ദര്യത്തെ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും ഒരിക്കലും തുലനം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മഹത്തായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ നിധി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സാധനാ സമയത്ത് അദ്ദേഹത്തിന് മഹാത്രിപുര സുന്ദരിയുടെ ദർശനമുണ്ടായി. ഈ ദർശനമുണ്ടായ ശേഷം അദ്ദേഹത്തെ കാണാൻ വന്ന ആൾക്കാരോട് അദ്ദേഹം പറഞ്ഞുവത്രേ, മഹാത്രിപുര സുന്ദരിയെ ഒരിക്കൽ ദർശിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഒന്നും സുന്ദരമായി തോന്നില്ല. അത്രയും സുന്ദരമായിട്ടുള്ളതാണ് ദേവി. കണ്ണിന് കാണാൻ സുന്ദരമായിട്ടുള്ളത് എന്താണോ അതിനേക്കാൾ സൗന്ദര്യമുള്ളതാണ് ദേവി. കാതിന് കേൾക്കാൻ ഇമ്പമുള്ളതിനേക്കാൾ ഇമ്പമുള്ളവളാണ് ദേവി. മൂക്കിന് മണക്കാൻ സുഗന്ധമുള്ളതിനേക്കാൾ സുഗന്ധമുള്ളവളാണ് ദേവി. നാക്കിന് രുചിക്കാൻ രുചിയുള്ളതിനേക്കാൾ രസമുള്ളവളാണ് ദേവി. സ്പർശിക്കാൻ സുഖമുള്ളതിനേക്കാൾ സുഖമുള്ളതാണ് ദേവി. പഞ്ചേന്ദ്രിയങ്ങളും അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ഇരട്ടി ഇരട്ടി സൗന്ദര്യമുള്ളതാണ് ദേവി. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തോ അതാണ് സുന്ദരമായിട്ടുള്ളത്. സൗന്ദര്യത്തിൻ്റെ നിർവചനം അങ്ങനെയാണ്. ആംഗലേയ കവി കീറ്റ്സ് ഇങ്ങനെ പറയുന്നു, ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം സുന്ദരമായതും അല്ലാത്തവ വിരൂപമായതും.